കുപ്പായെടുത്താ ഹായ് ഓൾ, അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. അപ്പോൾ എന്തൊക്കെയുണ്ട് വിശേഷം? നല്ല സുഖമല്ലേ? അൽഹംദുലില്ലാ, എനിക്കും സുഖം. പിന്നെ അപ്പോൾ ഇന്ന് നമ്മുടെ രണ്ടാമത്തെ നോമ്പല്ലേ, അങ്ങനെ അൽഹംദുലില്ലാ രണ്ടാമത്തെ നോമ്പിലേക്കും എത്തി. ഇനിയിപ്പോൾ ഇങ്ങനെ നോമ്പ് പോകുന്നത് അറിയാലോ അല്ലേ? നോമ്പിന് പെട്ടെന്നല്ലേ ഇത് പോകുന്നത്. അപ്പോൾ ഇൻഷാ അല്ലാ ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് ഒരു എന്തെങ്കിലും സിമ്പിളായിട്ടുണ്ട്. നമുക്ക് നോമ്പിന് അങ്ങനെ എണ്ണക്കടിയൊന്നുമില്ലേ പറ്റുന്നില്ലല്ലോ, നല്ലോണം എണ്ണക്കടി അങ്ങനെയാണ് ഫ്രൂട്ട്സ് ജ്യൂസ് അങ്ങനത്തെ നമുക്ക്. പിന്നെ അല്ലെങ്കിൽ ഞാൻ വീഡിയോ എടുക്കുന്നില്ലേ, നമ്മിങ്ങനെ ഒറ്റയ്ക്ക് ഉണ്ടാവും. നമുക്ക് എന്തെങ്കിലും നമുക്ക് ചെറിയ ചെറിയ മക്കളൊന്നും ഇല്ലല്ലോ, പിന്നെ എല്ലാം കുറച്ച് വലുതായി മക്കളല്ല. അപ്പോൾ ഇങ്ങനെ നേരെ ഇങ്ങനെ ഒറ്റയ്ക്ക് ഇരിക്കുമ്പോൾ ഇങ്ങനെ സ്കെച്ചിട്ട് ഓതിയിട്ട് എല്ലാം ആയിട്ടായിട്ട് ഇങ്ങനെ ഓരോന്ന് ചെയ്യുമ്പോൾ നമുക്ക് സമയം പോകുന്നത് അറിയില്ല. അതുകൊണ്ട് ഇങ്ങനെ എടുക്കുന്നത്. അപ്പോൾ അൽഹംദുലില്ലാ നമ്മളെ മനസ്സിലേക്ക് കുറച്ച് സമാധാനം തന്നെ. എല്ലാവരും ഇങ്ങനെ നമ്മൾ ഇട്ടത് എല്ലാ പണിയെല്ലാം കഴിഞ്ഞിട്ട് ഇങ്ങനെ നിസ്കാരം ഓത്തുമ്പോൾ എല്ലാം കഴിഞ്ഞിട്ട് എത്തുമ്പോൾ നമുക്ക് ഇങ്ങനെ ഓരോന്ന് ചിന്തിക്കുമ്പോൾ ഒരു ടെൻഷൻ തന്നെ ആണല്ലേ. ഒരുപാട് ടെൻഷൻ നമുക്ക് അങ്ങനെയല്ല, മനസ്സിൻ്റെ ഉള്ളിൽ നമുക്ക് ഒരുപാട് ടെൻഷൻ ഉണ്ട്. എന്തെങ്കിലും നമ്മളെ എന്ത് പറയാന്, എല്ലാവരും അവരവരുടെ പാട്ടിന് പോയി മരിച്ചിട്ട് ഉപ്പ പോയി ഉമ്മ പോയി ഇച്ച പോയി. അപ്പോൾ നമുക്കൊരു ഇതെല്ലാം ഒരു ഹാപ്പി ഒരു സന്തോഷത്തിന് വേണ്ടിയിട്ട് ചെയ്യുന്നത്. ആൾക്കാർ വിചാരിക്കും ഇവർക്ക് എന്താ ഇങ്ങനെ ചെയ്യാൻ, പക്ഷെ നമുക്ക് നമ്മളൊരു ഹാപ്പിനെസ് അല്ലേ, നമുക്ക് സന്തോഷം കിട്ടണ്ടേ അങ്ങനെ ചെയ്യുന്നത്. അത് മുട്ടിയും പിന്നെ ഇങ്ങനെ ഉരുളക്കിഴങ്ങും ഒരെണ്ണത്തിന് ഉരുളക്കിഴങ്ങും പിന്നെ ഇവിടെ കുറേ ആപ്പിൾ ചുട്ടങ്ങ് ഞാൻ പറഞ്ഞില്ലേ, കുറേ തിന്നൊന്നുമില്ല. നമുക്ക് നോമ്പ് തുറക്കുമ്പോൾ കുറച്ച് ഒരു ഫ്രണ്ടിൽ ഈ നിന്ന് വെക്കുന്നോന്ന് മാത്രം, എനക്കടിയൊന്നും അങ്ങനെ നല്ലോണം കഴിക്കാൻ. പിന്നെ ഞാനിതാ കുറച്ച് ഗ്രീൻ പീസ് എടുത്ത് വെച്ചിട്ടുണ്ട്. ഗ്രീൻ പീസ് രാവിലെ വെള്ളത്തിലിട്ടിട്ട് നല്ലോണം കുതിർന്നാൽ തോന്നില്ല. ഗ്രീൻ പീസ് ഒരുമാതിരി കുതിർന്നാൽ മതി. ഇത് നമ്മൾ മിക്സിയിലെടുത്ത് ഇപ്പോൾ അടിക്കുന്നില്ല. മിക്സിയിൽ പിന്നെ നീരുള്ളിയും പിന്നെ ക്യാപ്സിക്കം, ചിക്കൻ ഉണ്ടെങ്കിൽ പച്ച ചിക്കനാവും, മറ്റേ നമ്മൾ ഫ്രൈ ആക്കിയിട്ടുണ്ട് ആ ചിക്കനാവും. എന്നിട്ട് ഇപ്പോൾ ഫ്രൈ ആയിട്ടുണ്ട് ഒരു കണ്ടുണ്ട്. അപ്പോൾ അത് അതിൽ തന്നെ ഞാൻ ഇതാക്കണം ക്യാപ്സിക്കം. നമ്മൾ പിന്നെ ഉരുളക്കിഴങ്ങ് വേണമെങ്കിൽ അങ്ങനെ അത് ഇട്ട് കൊടുക്കാം, നല്ല ബോൾസ് ആക്കിയിട്ട് കിട്ടുന്നുണ്ട്, അങ്ങനെ ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ ഉരുളക്കിഴങ്ങിലേക്ക് എടുത്തിട്ട് അതിന് ചീസ് ബോളിലേക്ക് മാത്രം ഉരുളക്കിഴങ്ങ് കൊടുത്തത്. അപ്പോൾ ഇതാ ഞാനില്ലേ വലിയ ഒരു നീരുള്ളി എടുത്തിട്ട്, വലിയ ഒരു മീഡിയം പോലത്തെ ഫ്രൈ തന്നെ എടുക്കാനായിട്ട്. പിന്നെ എടുത്ത് പച്ചമുളക് ഇഞ്ചി പിന്നെ ഞാൻ ഇന്നലെ ഉണ്ടാക്കിയിട്ട് വെച്ച പേസ്റ്റ് ഇല്ല അതുണ്ടല്ലോ, അത് ഇട്ടിട്ട് കൊടുത്താൽ മതി. ചിക്കൻ ഇല്ലാത്തതും ഉണ്ടാക്കാം, ചിക്കൻ ഇല്ലാത്തതും നമുക്കത്ര ടേസ്റ്റ് ആവുന്നില്ല. അതിന് നമുക്ക് ഗ്രീൻസിൻ്റെ തന്നെ ഇതാണ് മേലക്കുള്ള ചിക്കൻ ടോട്ടൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും. ഇവിടെ ഒരു കണ്ടം ക്യാപ്സിക്കത്തിൻ്റെ ഒരു കണ്ടം എത്ര മതി. പിന്നെ ഗ്രീൻസ് എടുത്ത് മിക്സിയിൽ ഒന്ന് ഫ്രഷ് ആക്കിയിട്ട് എടുക്കാം. അങ്ങനെ ഇതാ നീരുള്ളിയും ഗ്രീൻ പീസില്ലേ, ഇത് കുറച്ച് നല്ലതുപോലെ അരച്ചിട്ട് എടുത്ത് ഞാൻ ഫസ്റ്റത്തെ നല്ലപോലെ അരച്ചിട്ട് എടുക്കും. ഇനി രണ്ടാമത്തെ നെക്സ്റ്റ് ഞാൻ ഇടുന്നില്ല. നെക്സ്റ്റ് ഇടുന്നത് പിന്നെ നല്ല പോലെ അങ്ങനെ അരച്ചിട്ട് കൊടുക്കണ്ട, ഒരു ക്രഷ് ആക്കിയിട്ട് അങ്ങനെ എടുത്താൽ മതി. അപ്പോൾ നമുക്ക് ഇങ്ങനെ നല്ല ഇങ്ങനെ കടിച്ചതെല്ലാം കിട്ടാൻ, കടിക്കുമ്പോൾ ഇങ്ങനെ കിട്ടുന്നില്ല അതുപോലെ നല്ലതുപോലെ ഉണ്ടാവും. ഇല്ലെങ്കിൽ നല്ലോണം മിക്സായെങ്കിൽ അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല. ഇനി രണ്ടാമത്തല്ലേ മിക്സിയിൽ അടിക്കുന്നില്ല, അതിതാ ഞാൻ എൻ്റെ അടുത്തില്ലേ ഫ്രൈ ആക്കിയത് തലേ ദിവസത്തെ ഒരു കണ്ടം ബാക്കിയുണ്ടായിരുന്നു. അപ്പോൾ അതന്നെ ഇട്ടത് കൊടുത്ത്. ഇല്ലേക്കില്ലേ ഏറ്റവും നല്ലത് നമുക്ക് പച്ച ചിക്കൻ ഇടുന്നതാണ് നല്ലത്. ബീഫായെങ്കും ചിക്കനായെങ്കും പച്ചതിട്ട് കൊടുത്തെങ്കിൽ നല്ല ടേസ്റ്റ് ഉണ്ടാകുന്നു. ഇനി ഇതിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. ഇതാ ഉപ്പ്, പിന്നെ കുറച്ച് പച്ചമുളക് പേസ്റ്റ് ചെടി പണിയിട്ടിട്ട്, പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പച്ചമഞ്ഞൾ കറിവേപ്പില മല്ലിച്ചപ്പ് അതിൻ്റെ പേസ്റ്റ്. ഇഞ്ചി വെളുത്തുള്ളിൻ്റെ പേസ്റ്റ് എടുത്തായിട്ട് നമ്മൾ ഉണ്ടാക്കുക കുറച്ച് ഗരം മസാല നമ്മൾ ഉണ്ടാക്കിയത് തന്നെ
നല്ല എന്തെങ്കിലും കുറേ ഇടണ്ട, ഒരു ദിവസം ഇട്ടുമ്പോൾ നമ്മൾ പെരയിലുണ്ടാക്കിയ ഗരം മസാല എങ്കില്ല കുറച്ചിട്ട് കൊടുത്താൽ മതി. എന്തെങ്കിലും ഭയങ്കര കുത്തലുണ്ടാവുമല്ലോ, നല്ല മണം ഉണ്ടാവും. അല്ലാണ്ട് ഷോപ്പിൽ നിന്നെല്ലാം വാങ്ങുന്നില്ല ഗരം മസാല, അതിനത്ര മണം ഉണ്ടാവില്ല. അങ്ങനെ ഇതാ എല്ലാം ഇട്ടിട്ട് നല്ലതുപോലെ മിക്സ് ആക്കിയിട്ട് ഇനി ബോൾസ് ആക്കിയിട്ട് എടുത്താൽ മതി. ഇഷ്ടമല്ലേ കാടമുട്ട ഉണ്ടായിന്. അപ്പോൾ കാടമുട്ട പൊട്ടിത്തെറിച്ചപ്പോൾ ഉണ്ടാക്കിയെങ്കിൽ നല്ല ടേസ്റ്റ് ഉണ്ട്. പിന്നെ കാടമുട്ടയിൽ വേറെ ഒന്നും ഉണ്ടാക്കാൻ അങ്ങനെ പറ്റാലോ, ഒരു മസാല ആക്കിയിട്ട് തിന്നുമ്പോൾ അത് പാങ്ങൂല. അപ്പോൾ ഇതില്ലേ പൊട്ടിത്തെറിച്ച ഉണ്ടാക്കുമ്പോൾ നല്ല അടിപൊളി ടേസ്റ്റ് കഴിക്കാൻ. അപ്പോൾ അതിലേക്കില്ലേ മുട്ടൻ്റെ കാമ്പ് കൊടുക്കണ്ട, മുട്ടൻ്റെ വെള്ളയും പിന്നെ 2-3 സ്പൂണും മൈദപ്പൊടി എല്ലാം കോൺഫ്ലവർ പൊടി ഇട്ടാൽ മതി. ഒരു നുള്ളു ഉപ്പ്, പിന്നെ സോയാ സോസ്, അങ്ങനെ പിന്നെ ഇഞ്ചി പച്ചമുളകിൻ്റെ പേസ്റ്റ് അങ്ങനെ ഇട്ട് കൊടുത്തിട്ട് നല്ലതുപോലെ മിക്സ് ആക്കിയിട്ടില്ല ഫ്രീസറിൽ വെക്കണം. ഒരു 10 മിനിറ്റ് ഫ്രീസറിൽ വെച്ചെങ്കിൽ അതിലേക്ക് നല്ല ഇത് മിക്സ് ആയിട്ട് കിട്ടുന്ന മുട്ടയ്ക്ക്. പിന്നെ അതിലേക്ക് നമ്മൾ എന്താക്കണം, ഇത് സമൂസേൻ്റെ ഷീറ്റില്ലേ അത് ഇങ്ങനെ ചെറിയ പീസാക്കി തേത്ത് അതിനെ ഇങ്ങനെ മിക്സ് ആക്കിയിട്ട് കൊടുത്തെങ്കിൽ. ഇനി നമുക്കല്ലേ ചീസ് ബോളിന് മസാല ഉണ്ടാക്കാം. ചീസ് ബോളിന് മസാല ഉണ്ടാക്കുമ്പോൾ ഇല്ലേ നല്ല ബട്ടർ ഇല്ലെങ്കും തേങ്ങൻ്റെ എണ്ണയിലെങ്കും ഇത് മസാല ഉണ്ടാക്കിയെങ്കില്ല നല്ലൊരു മണം ഉണ്ടാകും, നല്ല ടേസ്റ്റ് ഉണ്ടാകും. അപ്പോൾ ഞാനിത് അതിലേക്കുള്ള ഒരു കണ്ടോ ബട്ടർ, ഒരു നല്ല പീസ് ബട്ടർ എണ്ണ ഇട്ട്, തേങ്ങൻ്റെ എണ്ണ ഉണ്ടെങ്കിൽ തേങ്ങൻ്റെ എണ്ണ ഇട്ട് കൊടുക്കും, ഇല്ലെങ്കിൽ ഞാൻ ബട്ടർ ഇട്ടിട്ട് കൊടുക്കൽ. പിന്നെ നീരുള്ളി, പിന്നെ ഞാൻ ഇപ്പോൾ എല്ലാത്തിനും യൂസ് ചെയ്യുന്ന പിന്നെ പച്ചമുളകിൻ്റെ പേസ്റ്റും പിന്നെ ഇഞ്ചി വെളുത്തുള്ളിൻ്റെ പേസ്റ്റും അത് ഇട്ടിട്ട് കൊടുക്കും. അത് നല്ലതുപോലെ പിന്നെ ഒരു കണ്ടം തക്കാളി ഇട്ടിട്ട് കൊടുക്കും. അതിലേക്ക് തക്കാളി പുളിയോടെ ഉണ്ടെങ്കില നല്ല പാങ്ങുണ്ടാകുന്നു, പുളി ഇല്ലെങ്കിൽ ഒരു ഇതില്ല. ഇന്നിപ്പോൾ ഞാൻ ഇത് ചീസ് ബോളിന് ഇതാക്കലുണ്ട്, തക്കാളി ഇട്ടിട്ട് കൊടുക്കും. അപ്പോൾ ഇത് നല്ലതുപോലെ വേണം, ഈ നീരുള്ളിയും തക്കാളിയും ഇതെല്ലാം ഇട്ടിട്ടില്ല നല്ല മൂടി വെച്ചിട്ട് വേവിക്കണം. വേവിച്ചിട്ട് നല്ല ബട്ടട്ടയില അതിൽ ചീസ് ബോൾ ഉണ്ടാക്കാൻ എല്ലാവർക്കും അറിയാമല്ലോ. ബട്ടട്ടയിൽ നല്ലതുപോലെ ബട്ടട്ട വേവിച്ചിട്ട് നല്ല മിക്സ് ആക്കി തേത്ത് അതിൻ്റെ ഉള്ളിലേക്ക് ചീസ് വെച്ചിട്ട് അങ്ങനെ ചെയ്തെടുക്കാം. ഇനിതാ ചീസ് ബോളിനില്ലേ ബട്ടട്ട മസാലയിൽ മിക്സ് ആക്കി. അപ്പോൾ ചീസ് ബോളില്ലേ റെഡി. ചീസ് ബോൾ ഉണ്ടാക്കുന്നത് മനസ്സിലായില്ല. ചീസില്ലേ ഫ്രീസറിൽ വെച്ചിട്ട് കുറച്ച് നേരം ഒരു 10 മിനിറ്റ് മുന്നേ നമ്മൾ പുറത്ത് വെക്കണം. എന്നിട്ട് എടുത്തിട്ട് അത് നല്ലപോലെ ബോൾസ് ആക്കാൻ പറ്റും നമുക്ക്. പിന്നെ നല്ലോണം മെൽറ്റായെങ്കിൽ ബോൾസ് ആക്കാൻ പറ്റില്ല, പക്ഷേ നമുക്ക് ബോൾസ് ആക്കാൻ പറ്റും. അങ്ങനെ ചീസ് ബോളായി. പിന്നെ ഫലാഫിലില്ലേ ഗ്രീൻ പീസിൻ്റെ അതുണ്ടാക്കുക. ഇനിതാ കാടമുട്ട പൊട്ടിത്തെറിച്ച ഇത് ചിക്കൻ പൊട്ടിത്തെറിച്ചതല്ലേ ഇല്ലേ അതുപോലെ ഞാൻ തന്നെ ട്രൈ ചെയ്തത് എൻ്റെ കയ്യിൽ. അപ്പോൾ ഇത് കാടമുട്ട പൊട്ടിത്തെറിച്ച, അപ്പോൾ ഇത് കാടമുട്ട ഇങ്ങനെ ആക്കിയിട്ട് കാണുമ്പോൾ പിള്ളേരെല്ലാം തിന്നും ചെയ്യും, നമുക്ക് തിന്നാൻ നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ സമൂസേൻ്റെ ഷീറ്റിൻ്റെ ഇല്ലേ അതിന് നല്ല ഉണ്ട് അത് തിന്നാൻ, ഇതിലേക്ക് മിക്സ് ആക്കിയിട്ട് അങ്ങനെ അതായി. അപ്പോൾ ഇവിടെ പൊട്ടിത്തെറിച്ചതിന് ക്ലിക്കൂഡ് എന്ന് പറയൂ. പിന്നെ ഇത് അങ്ങനെ അതെല്ലാം ഉണ്ടാക്കിയിട്ടില്ലേ ഫ്രീസറിൽ വെച്ച് ഒരു 10 മിനിറ്റ് ഫ്രീസറിൽ വെച്ച് തന്നല്ലേ നമുക്ക് എടുക്കുമ്പോൾ നല്ല ചീസെല്ലാം ഉള്ളിൽ ഉണ്ടാവും, ഇങ്ങനെ മെൽട്ടാവാലോ. അങ്ങനെ അത് ഫ്രീസറിൽ വെച്ച് അപ്പോഴേക്ക് നമ്മൾ മുഹബത്ത് സർബത്ത് ഉണ്ടാക്കാമെന്ന് വിചാരിച്ച്. സർബത്ത് ഈ ജ്യൂസ് ഉണ്ടാക്കാമെങ്കിൽ നമുക്ക് കരണ്ട് പോയി, ഇന്ന് ഭയങ്കര കരണ്ട് പോയിക്കൊണ്ടും വന്നുകൊണ്ടും അങ്ങനെയുണ്ട്. അങ്ങനെ അതിലേക്ക് ബത്തക്കാവും പിന്നെ കസ്കുസ് പിന്നെ കുറച്ച് മിൽക്ക് മെയ്ഡ് ഇട്ട് കൊടുത്ത്. അപ്പോൾ നമുക്ക് ജ്യൂസില്ലേ 2-3 തരം ജ്യൂസ് വേണമല്ലോ. പിന്നെ ഞാൻ ആപ്പിളും റോബസ്റ്റും പിന്നെ ഈത്തപ്പഴമായിട്ട് ഒരു ജ്യൂസ് ഉണ്ടാക്കി. പിന്നെ എനിക്ക് നോമ്പ് തുറക്കുമ്പോഴേക്കില്ലേ എനിക്കിങ്ങനെ ഓറഞ്ചിൻ്റെ വെള്ളത്തിലില്ലേ ആ ജ്യൂസ് ഭയങ്കര ഇഷ്ടം.
ഇങ്ങനെ വെള്ളം കുടിക്കുന്നതായിട്ട് ഓറഞ്ച് പിഴിഞ്ഞിട്ട് അതിലേക്ക് ചിയാ സീഡും പിന്നെ ഇഞ്ചി കുത്തിയിട്ട് അങ്ങനെ ഇട്ടിട്ട് കൊടുക്കുക, മിൻറ്റ് ഇട്ടിട്ട് കൊടുക്കുക, പിന്നെ കുറച്ച് തേൻ ഒഴിച്ചിട്ട് അങ്ങനെ ഇട്ടിട്ട് ഞാൻ കുടിക്കും. അത് ഭയങ്കര ഇഷ്ടം എനിക്ക്. അത് ഒരു ഗ്ലാസ് കുടിച്ചെങ്ങനെയല്ല, പിന്നെ വേറെ എന്ത് ജ്യൂസ് നിർബന്ധമൊന്നുമില്ല, അങ്ങനെ ആക്കിയിട്ട് കുടിക്കും. അത് കുടിച്ചിട്ടാകുമ്പോൾ തന്നെ നമുക്ക് നല്ലൊരു ക്ഷീണം എല്ലാം. അങ്ങനെ ഇതാ രണ്ടാമത്തെ നോമ്പിൻ്റെ ജ്യൂസും കടികളും എല്ലാം ആയി. അങ്ങനെ അപ്പോൾ ഈ നോമ്പ് തുറക്കാൻ സമയമായിക്കൊണ്ട് വന്ന് ബാങ്ക് വിളിക്ക് സമയമായിക്കൊണ്ട് വന്ന് നമുക്ക് അസർ നിസ്കാരം കഴിഞ്ഞിട്ട് കിച്ചണിലേക്ക് വന്നിട്ട് നമുക്കില്ലേ സമയമില്ല ഒന്നും ഉണ്ടാക്കാൻ. അതിൻ്റെ ഇടയിൽ ഞാൻ എന്തെല്ലാം ഉണ്ടാക്കീന്. ചിക്കൻ കറി വെച്ചിന്, അതിൻ്റെ ഇടയ്ക്ക് നെയ്ച്ചോറ് വെച്ച്, പത്തൽ ചുട്ട്, അവയെല്ലാം അത് വീഡിയോയിൽ ഉൾപ്പെടുത്തും വെക്കില്ല, കുറേ ലോങ് ആവും വീഡിയോ. അപ്പോൾ ഇൻഷാ അല്ലാഹ് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ പുതുതായ വീഡിയോ ആയി ഞാൻ വരും ഇൻഷാ അല്ലാഹ്. ഓക്കെ, ബൈ, അസ്സലാമു അലൈക്കും. അപ്പോൾ എല്ലാവർക്കും എൻ്റെ റമദാൻ മുബാറക്.